സ്നേഹം നേടാനാ തിരുറോളയിൽ ഒന്നു ചേരണം. തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. അപ്പോൾ തൗബയെ കുറിച്ചാ വന്നത് അല്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തബൂക്ക് യുദ്ധത്തിന് പോയ ആ കൂട്ടത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ മാറ്റി നിർത്തി. സത്യം പറഞ്ഞ ആളുകളെ സദസ്സിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. അവരോടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. ഇനി അവരുടെ ആ ഒരു മാനസിക വിഷമുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങേയറ്റം എല്ലാവരും ഞങ്ങളെ കൈവെടിഞ്ഞല്ലോ എന്നാണ് വിഷമുണ്ടായത്. അപ്പൊ ഇനി ഞങ്ങൾക്കൊരു മാർഗവും ഞങ്ങളെ മുമ്പിൽ ഇല്ലല്ലോ എന്നിങ്ങനെ തോന്നുന്നൊരവസ്ഥയിലെത്തി. അങ്ങനെ 50 ദിവസം കടന്നുപോയി. 50ാമത്തെ ദിവസം രാവിലെയാണ് ആ വിളിയാളം, ആ ഓർഡർ വന്ന് തൗബ സ്വീകരിച്ചിരിക്കുന്നു. ആ വിവരം അറിയിക്കാൻ വേണ്ടി ഓരോരുത്തരെ തെരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേടി വന്ന ആളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടുന്ന് കൊണ്ടുവന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലെത്തി. അപ്പൊ പലരും സ്വീകരിച്ചു, എല്ലാവരും സന്തോഷം പറഞ്ഞു. മുത്തനബി തങ്ങളെ അടുത്തെത്തിയപ്പോ ചോദിച്ചു, ഇത് നിങ്ങളെ വകയാണോ അതോ അള്ളാഹുവിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടാണോ എന്നാ ചോദിച്ചത്. അവിടെ എത്തിയത് അതാ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഇതിപ്പോ രണ്ട് നിലക്കും ചോദിക്കാം. ഇത്രയൊക്കെ മാറ്റി നിർത്താനുണ്ടായ ഒരു കാര്യം, ഈ ചെയ്തത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. മുസ്ലിം ചേരിയിൽ നിന്ന്, സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന വലിയൊരു അപരാധമുണ്ടായി, തെറ്റുണ്ടായി. ആ തെറ്റിന്റെ പ്രായശ്ചിത്തം വന്നപ്പോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നിങ്ങളിഞ്ഞിപ്പോ സാരല്ലാന്ന് വെച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്തത് തന്നെയാണോ? അതല്ല, അള്ളാഹു തന്നെ അങ്ങനെ പറഞ്ഞിട്ട് തന്നതാണോ എന്നാ ചോദിക്കണേ. ഇത് ചോദിക്കുന്നത് ഇതിപ്പോ നിങ്ങളെ വകയേറ്റാണോ എന്ന് ചോദിക്കണ ആ ചോദ്യമല്ല. ആ താഴ്മയുടെ ഭാഗത്തിൽ തന്നെയാ ചോദിക്കുന്നത്. എന്തിനാണത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹതാപം കണ്ട് അതിലൊരു വിഷമമുണ്ടായിട്ട് അറിയിച്ചിട്ട് കിട്ടിയതാണോ അതോ അള്ളാഹു തന്നെ ഞങ്ങളെ തൗബ മനസ്ഥിതി അള്ളാഹു ഏറ്റെടുത്തിട്ട് ഇങ്ങോട്ട് അറിയിച്ചു കൊടുത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചോദിക്കണേ. അതാ ചോദിച്ചത്. ഞാൻ ചോദിച്ചു. കണ്ടില്ലേ പേജ് എത്ര? അതിന്റെ പേജ് എത്ര? 17ാം പേജില. അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇത് നിങ്ങളിൽ നിന്നാണോ, നിങ്ങളുടെ വകയായിട്ടാണോ? അമ്മിൻ ഇൻദില്ലാഹി, ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നായിട്ടാണോ ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്? ഖാല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, എന്റെ ഭാഗത്തുനിന്നല്ല, ബൽ മിൻ ഇൻദില്ലാഹി അസ്സ വജൽ, പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പൊ അള്ളാഹു നിങ്ങളെ മാറ്റി നിർത്താൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മാറ്റി നിർത്തി. അള്ളാഹു നിങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു കൊടുന്നു. നിങ്ങളെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു പ്രകൃതിയാണ് പറയുന്നത്. ഇത് കേറി വരുമ്പോ തന്നെ മനസ്സിലായിരുന്നു. അന്ന് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇനി പറഞ്ഞത്. ഒരു സന്തോഷിക്കുന്ന കാര്യം ഉണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ തന്നെ പ്രകാശിക്കുന്ന മുഖാണ്. വളരെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആ പൂമേനി എപ്പോഴും തിളങ്ങിക്കൊണ്ടാണ്. അതില് മുഖത്തിന് പ്രത്യേകമായ ഒരു എപ്പോഴും മന്ദസ്മിതമുണ്ടാകുമെന്ന, പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും എന്നാണ്. അപ്പൊ അതിങ്ങനെ, അതല്ല വല്ല കാര്യങ്ങളും പ്രയാസപ്പെട്ടതാണെങ്കിൽ ആ മുഖത്ത് നോക്കി അതിങ്ങനെ നിഴലിച്ച് കാണുകയും ചെയ്യുന്നു. അഥവാ മുഖഭാവം കൊണ്ട് വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. വർണ്ണിക്കണ വക്കാന
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ സുറ അവിടുന്ന് സന്തോഷിക്കുകയാണെങ്കിൽ ഇസ്തനാറ വജുഹുഹു അവിടുത്തെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ജ്വലിക്ക നാറ് തീയാണല്ലോ. ഇസ്തനാറ എന്നാൽ പ്രകാശം ഇങ്ങനെ ഉതിർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നാണ്. ഏതുപോലെ അവിടത്തെ പൂമുഖത്തുണ്ടോ എന്ന് തോന്നും. കിത്അത്തു ഖമരിൻ ഖമരിൻ ഒരു ചന്ദ്രന്റെ കഷ്ണമുണ്ടോ. ചന്ദ്രന്റെ ശോഭ എങ്ങനെ എന്തായിരിക്കും? അങ്ങോട്ട് നോക്കിയ കാണാൻ പറ്റാത്ത അത്ര കത്തുന്നുണ്ടാവില്ല. സൂര്യൻ അങ്ങനെയാണല്ലോ, സൂര്യനാണ് കാണാൻ പറ്റിയത്. ചന്ദ്രൻ അങ്ങനെയല്ല. ചന്ദ്രനെ നോക്കാൻ എപ്പോഴും മനോഹരമായ ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം എന്തുകൊണ്ട്? ഓവർ ലൈറ്റ് അല്ല, പ്രകാശം എന്താവും ചെയ്യും. അങ്ങനെയാണ്. ആ ഒരു ചന്ദ്രന്റെ കഷ്ണമാണോ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയണം. ഇത് നമ്മൾക്കൊക്കെ വേണം. നമ്മളെ കുട്ടികൾ വലിയ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആദിയിലും പേടിയിലൊക്കെ ഇങ്ങനെ കയറി വരുമ്പോ നമ്മൾ സന്തോഷം അറിയിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ പറയാണ്ടാവുമ്പോ എന്തായിരിക്കും? ആ മുഖത്തന്നെ കാണും. കുട്ടികൾക്ക് തന്നെ എന്താണ് പറയാനും വരാനൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം എന്നാ. അതിന് അതല്ല കുട്ടി ചെയ്തതൊരു ഭംഗിയില്ലാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത, എന്നാ പിന്നെ നമ്മൾ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ തോന്നണം. നമ്മൾ ഇനി അത് വേണ്ടാന്നോ എന്തിനു ചെയ്തു എന്നോ ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്താവും? കുട്ടിക്കന്നെ മനസ്സിലാവും, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഉപ്പാ ചെയ്ത് കേട്ടോ. അത് മനസ്സിലാവുന്നുണ്ട്. ആ സ്വരമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താവുന്ന ശൈലി മാറ്റം മനസ്സിലാവുന്നുണ്ട് എന്നാ. പക്ഷെ പിന്നെ അത് ആവർത്തിക്കൂലെന്ന്. പിന്നെ ചെറിയ കാര്യത്തിന് നമ്മൾ വലിയത് പറഞ്ഞാൽ പിന്നെന്താവെന്ന് അറിയോ? അത് നവർമെന്റ് ആയിട്ട് പോവലാണ്ട്. നമുക്കൊക്കെ പറ്റുന്ന അബദ്ധാണത്. ചെറിയൊരു കാര്യത്തിന് വലിയ പറച്ചിലാണ്ട് പറയും. അപ്പൊ എന്താവും? കുട്ടികളെ പിന്നീട് ഒരു കാര്യം പറയില്ല. കാരണം കുട്ടികളെ മനസ്സിലാക്കൂല. ഇതെന്നും അങ്ങനെ തന്നെയാണ് അറിയും. അങ്ങനല്ല, സന്തോഷിക്കണ്ടേ ആ മുഖത്ത് ഇങ്ങനെ മനസ്സിലാവണം. എന്തെങ്കിലൊക്കെ ഇടയ്ക്ക് പ്രസന്റേഷൻ കൊടുത്തിട്ടും എന്തെങ്കിലൊക്കെ സന്തോഷിപ്പിക്കാൻ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കണം. അങ്ങനെയാണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലായി. കയറി വന്നപ്പോ പറഞ്ഞല്ലോ മുഖം അങ്ങനെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജലസ്തു ബൈന യദൈഹി ഞാൻ മുത്തനബി തങ്ങളുടെ അരികിൽ മുമ്പിൽ അങ്ങോട്ട് ഇരുന്നപ്പോൾ ഫഖുൽതു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ തിരുദൂതരേ, ഇന്ന മിൻ തൗബത്തി തീർച്ചയായും എന്റെ തൗബയിൽ ഉണ്ട് അൻ അഖ്ലിഅ മിമ്മാലി എന്റെ മുതലിൽ നിന്ന് ഞാൻ മാറ്റിവെക്കുക സ്വദഖത്തൻ ധർമ്മമായിട്ട് ഇലല്ലാഹി വഇലാ റസൂലിഹി അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും. അപ്പൊ എന്റെ തൗബ സ്വീകരിച്ച കാരണം കൊണ്ട് അതിലൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ മുതലിൽ നിന്നൊരു വിഹിതം ഇങ്ങോട്ട് തരികയാണ്, അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഇന്നാൾ നമ്മൾ പറഞ്ഞു, അന്ന് 2 വസ്ത്രം ഊരിക്കൊടുത്തു പറഞ്ഞല്ലോ, ഓർമ്മല്ലേ? സന്തോഷം പറയാമെന്ന ആൾക്ക് ഊരിക്കൊടുത്തു അല്ലെ? ആ വസ്ത്രം അങ്ങോട്ട് ഊരിക്കൊടുത്തു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഓടി ഒരു ഭാഗത്തൊന്നും പറഞ്ഞല്ലോ. പിന്നെ അസ്ലം കബീലയിൽപ്പെട്ട ഒരാള് പിന്നെ പർവ്വതമുകളിൽ കയറി വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഓടി വന്നു. ഹംസത്ത് ഇബ്നു ഉമർ അസ്ലമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത്? ഞാൻ അദ്ദേഹത്തിന് 2 വസ്ത്രാണ്ട് ഊരിക്കൊടുത്തു. അന്ന് ആ വസ്ത്രമല്ലാത്ത ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ശേഷം പറയുന്നുണ്ട്, തൗബ സ്വീകരിച്ച കാരണം കൊണ്ട് കുറച്ച് മുതല് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. വസ്ത്രം കയ്യിലുണ്ടായിരുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞത്. ഉള്ള വസ്ത്രങ്ങളൊക്കെ ആ വസ്ത്രം കൊണ്ട് ഊരിക്കൊടുത്തു. എന്നിട്ട് വായ്പ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മുതലൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊന്നും അർത്ഥമില്ല.
അപ്പൊ ഇപ്പൊ പറഞ്ഞതോ എന്റെ മുതലിൽ നിന്ന് ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടെ പിടിച്ചോ, ഇപ്പൊ കൊടുക്കണ്ട. നിങ്ങളെ മുതലിൽ നിന്ന് അല്പം നിങ്ങൾ പിടിച്ചു വെച്ചോളൂ, ഫൗവ ഖൈറുൽ ലക, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. അഥവാ ഈ സന്തോഷം കൊണ്ട് മുഴുവനും കൂടി എടുത്തു കൊടുക്കണ്ടെന്ന്, കുറച്ച് നിങ്ങൾ പിടിച്ചു വെച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാം, എനിക്ക് അന്ന് ഖൈബറിൽ പോയപ്പോ നിങ്ങൾ തന്ന ആ ഒരു ഉണ്ടല്ലോ, അന്ന് വനീമത്തായി ലഭിച്ചതിൽ നിനക്ക് തന്ന വിഹിതം ഞാന് അതെനിക്ക് വെച്ചു, ബാക്കി മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ തരികയാണ്. അതാ ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നി ഉംസിക്കു സഹമി അല്ലദീ ബിഖൈബറ, ഖൈബറിൽ നിന്ന് എനിക്ക് കരസ്ഥമായ വിഹിതത്തെ ഞാൻ പിടിച്ചു വെക്കുന്നു, അതിന്റെ കീഴിൽ തന്നെ ആയിക്കോട്ടെ, ബാക്കി ഞാൻ തന്നു. വഖുൽതു യാ റസൂലല്ലാഹ്, എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല, ഇന്നമാ അൻജാനി ബിസ്സുദ്ഖി, ഇടയിൽ വെച്ച് കുറച്ച് പ്രയാസം ഉണ്ടായെങ്കിലും ഇപ്പൊ രക്ഷ കിട്ടി. അതാ ഇന്നമാ അൻജാനി, എന്നെ രക്ഷപ്പെടുത്തിയത് ബിസ്സുദ്ഖി, സിദ്ഖ് കൊണ്ടാണ്, സത്യം പറഞ്ഞതുകൊണ്ടാണ്. ആദ്യ ഭാഗം നമുക്ക് ഓർമ്മ വേണം. ആദ്യം കുറേ മുനാഫിക്കീങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അവിടെ പോയിന്നും ഇവിടെ പോയി, നിങ്ങൾ ദ്വാരക്കിട്ടോ, ആയിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ ശരിയാവും, ഒക്കെ റാത്താവട്ടോ, നമുക്ക് ദ്വാരക്കട്ടാറിന് വിട്ടു. അന്ന് ഇവരൊക്കെ കളിയാക്കിയല്ലോ, ജന്തിന് എന്ന് പറയാൻ നിന്ന് സത്യം പറയാൻ ഇപ്പൊ നീച്ചു കൊണ്ടി വന്നീലേ, അന്നെ ഇതായി അകറ്റി നിർത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു സംഭവത്തിന്റെ പിന്നിൽ പിന്നെ അവർക്കൊക്കെ ഇനി വലിയ വിഷമം വന്നു എന്നാ പറഞ്ഞത്. കാരണം ഇവരൊക്കെ പറഞ്ഞത് പച്ച കളവാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അതിന് അടച്ചാക്ഷേപിച്ചു. ഓൽക്കൊക്കെ നരകാഗ്നി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞ, ഞാൻ സത്യം പറഞ്ഞു. സത്യം പറയുമ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചിലപ്പോ എന്താവും നേർക്ക് നേരാണ് പറയുമ്പോ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ കളവ് പറഞ്ഞാൽ പിന്നെ ആ നേരാക്കാൻ വേറെ കളവ് പറഞ്ഞാൽ, അത് നേരാക്കാൻ വേറെ കളവ് പറഞ്ഞാൽ, അങ്ങനെ ഒരു കളവ് സ്ഥിരീകരിക്കാൻ 40 കളവ് വേറെ പറയേണ്ടി വരും. ഈ ഗതി വന്നില്ല, ഡയറക്റ്റ് ഉള്ളതാണ് പറഞ്ഞു. കുലില്ലക്ക വൈകാനും മുറാന, ഉള്ളത് ഉള്ള മാതിരിയാണ് പറഞ്ഞാല് ചിലപ്പോ കുറച്ച് പ്രയാസമായിരിക്കും, ആയിക്കോട്ടെ, എന്നാലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ അന്ന് ആ സത്യം പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞയച്ചു, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു, 19 ദിവസം ആരുമില്ലാതെ പ്രയാസപ്പെട്ടു. പക്ഷെ എന്നാലും അവസാനം എന്നെക്കുറിച്ച്, ഞങ്ങളെ തൗബയെ കുറിച്ചൊരു വിവരണം വന്നല്ലോ, അത് ഈ സത്യം പറഞ്ഞതിന്റെ പേരിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരു കാര്യത്തിനും കളവ് പറയില്ല, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വേണ്ടില്ല എന്നാണ്. കളവ് പറയാൻ പാടില്ല എന്നാണ്, കളവ് പറയാനേ പാടില്ല എന്നാണ്. കളവ് പറയാ, മുഅ്മിനീങ്ങൾ കളവ് പറയൂല, മുഅ്മിനീങ്ങളെ കളവ് പറയൂല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മുഅ്മിനാണോ കളവ് പറയില്ല, എന്ത് വിഷമുണ്ടായാലും സത്യം തന്നെ പറയുള്ളൂ എന്നാണ്. അള്ളാഹു നമ്മളെ സത്യവാന്മാരിൽ ഉൾപ്പെടുത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പൊ അങ്ങോട്ട് നീട്ടിപ്പോയാ സമയം കഴിയും. അപ്പൊ ഇന്നമാ അൻജാനി, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തി തന്ന ബിസ്സുദ്ഖി, ഞാനേ സത്യം പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് വൈന്നമിൻ തൗബത്തി, എന്റെ തൗബയിൽ പെട്ടതാണ്, അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖൻ മാ ബഖീതു, ഇനി ഞാൻ ജീവിക്കുന്ന കാലത്തൊക്കെ സത്യമല്ലാത്ത ഒന്നും പറയില്ല. ഈ തൗബയുടെ പാഠം ഉൾക്കൊണ്ടിട്ട് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. അപ്പൊ അതിന്റെ മുമ്പൊക്കെ കളവ് പറഞ്ഞിരുന്നു എന്ന് അർത്ഥമില്ല അതിന് കേട്ടോ. ഇതേരെയൊക്കെ കളവ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടുന്നാണ്ട് പറയാ, അല്ല, എന്ത് പ്രതിസന്ധി വന്നാലും ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാവില്ല ഞാൻ ഇനി കളവും പറയില്ല എന്ന് ഇപ്പാണ്ട് ഉറപ്പിച്ച് പറയാണ്. അതിനെ തുടർന്ന് അങ്ങോട്ട് ഏറ്റു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതാ വല്ലാഹി, അല്ല ശ്രദ്ധിച്ചോട്ടോ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ അലിംതു അഹദൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരാളെയും ഞാൻ അറിഞ്ഞിട്ടില്ല, അബ്ലാഹുല്ലാഹു, അല്ലാഹു അയാൾക്ക് അനുഗ്രഹം ചെയ്തു, ഫീ സിദ്ഖിൽ ഹദീദി, സത്യം പറഞ്ഞതിന്റെ പേരിൽ,
മുൻദു ദക്കർതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ആ നിമിഷം മുതൽക്ക് അല്ലാഹു ഒരാൾക്കും അനുഗ്രഹം ചെയ്തില്ല. അഹ്സന മിമ്മാ അബ്ലാനില്ലാഹു തആല, അല്ലാഹു തആല എനിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ. ആ സത്യം ചെയ്യാൻ പ്രതിജ്ഞ ചെയ്ത് ഞാനിട്ട് പോന്നു, പിന്നെ എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു വിഷമത്തിൽ ഞാൻ പെട്ടിട്ടില്ല. വല്ലാഹി മാ തഅമ്മതു കിദ്ബത്തൻ, കിദ്ബത്ത് ഒറ്റ കളവും ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല. ഒരു കളവും ഞാൻ കിദ്ബത്തന്നല്ല, കിദ്ബത്തൻ ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. മുൻദു ഖുൽതു ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമി ഹാദാ, അന്ന് ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ജീവിക്കുന്ന കാലത്തൊക്കെ സത്യം പറയുള്ളൂ എന്ന് പറഞ്ഞ അന്ന് മുതൽക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഇനി ശേഷിക്കുന്ന കാലത്തും കളവ് പറയാതെ ജീവിക്കാൻ അള്ളാഹു എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാല കഅബ് റളിയല്ലാഹു അൻഹു പറയാ, ഈ സമയത്ത് അല്ലാഹു തആല ആയത്ത് ഇങ്ങോട്ട് ഇറക്കി. ഫഅൻസലല്ലാഹു തആല ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരില്ലദീന തബഉ ഫീ സഅത്തിൽ ഉസ്രി മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും ثم تاب عليهم إنه بهم رؤوف رحيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاق عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സൂറത്തു തൗബയുടെ ആയത്തുകളാണ് ഇപ്പൊ ഈ ഓതിയതൊക്കെ. ഇവരുടെ തൗബയെ കുറിച്ചാണ് ഈ വന്നത്. അപ്പൊ അതിന്റെ അടിയിൽ കുറച്ച് പോയതാണ് ഇപ്പൊ ഞാൻ ഓതിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ മുതല് അഥവാ 17, 18, 19 മൂന്നായത്തും അവരെ കുറിച്ചാ വന്നത്. ണ്ടോ, തീർച്ചയായും തൗബ സ്വീകരിച്ചിരിക്കുന്നു അല്ലാഹു അലൻ നബിയ്യി, പ്രവാചകരുടെ മേലിലും വൽ മുഹാജിരീന, മുഹാജിറുകൾ. ആരാ മുഹാജിറുകള്? മക്കാ മുക്കറമയിൽ നിന്ന് മദീന ഷരീഫിലേക്ക് യാത്ര പോയവര്, നാട് വിട്ടു പോയവര്. വൽ അൻസാരി, അൻസാറുകൾ പറഞ്ഞാരാ? മദീന ഷരീഫിൽ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളാ. ട്ടോ, വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് അവരെ വർണ്ണിച്ചിട്ടുണ്ട്. ട്ടോ, അവര് മുഅ്മിനീങ്ങള് അങ്ങോട്ട് ചെല്ലണീന്റെ മുമ്പ്, അഥവാ മുഹാജിറുകൾ മദീന ഷരീഫിൽ വരണീന്റെ മുമ്പ് തന്നെ ഈമാൻ ഉൾക്കൊള്ളുക മാത്രല്ല, ഈ മുഅ്മിനീങ്ങളെ സ്വീകരിക്കാൻ ശാരീരികവും മാനസികവുമായി തയ്യാറായി എന്നാണ്. ഒരു മനുഷ്യൻ നമ്മളെ പരിക്ക് വരുമ്പോഴേ വന്ന് കുടുങ്ങിന്നൊരു തോന്നലുണ്ടാവരുത്. അപ്പൊ അവര് വീട് പകുത്ത് നൽകി. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന, വീടും തയ്യാറാക്കി ഈമാനും ഒരുക്കി വെച്ചു. വളരെ വിശ്വാസം ആർജിച്ചിരുന്നു. അതാ വല്ലദീന തബഊഹു അൽ-അൻസാരി അല്ലദീന തബഊഹു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഉറച്ചു നിന്നു. ഫീ സാഅത്തിൽ ഉസ്റതി, പ്രയാസകരമായ സമയത്ത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നല്ല യഥേഷ്ടം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒപ്പം നടക്കണോനെ പറ്റി എങ്ങനെ കൂട്ടുകാരെന്ന് പറയാൻ പറ്റും? നല്ല സുഖമാണ്, വണ്ടി എപ്പോഴും ഉണ്ട്, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, ഓൻ്റെ ഒപ്പാണ് കൂടിയാ പിന്നെ ഭക്ഷണത്തിന് വാങ്ങി ഒന്നും നമ്മൾ ചെലവഴിക്കണ്ട. നല്ല കമ്പനി ആയിട്ട് ഒപ്പം ഉണ്ടാവും. കുറച്ച് ഞെരുക്കത്തിലാണ്, ബിസിനസ് കുറച്ച് ഇതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്ക് പൈസ കൊടുക്കാണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യാ, ഞാനേ കുറച്ച് തിരക്കിലാട്ടാ, പിന്നെ എപ്പോഴും പോകുന്നതുകൊണ്ട് മെല്ലെ അങ്ങോട്ട് ഒരു ഈ സാധു പിന്നെ ഒറ്റപ്പെട്ട്, എന്നിട്ട് സൂക്ഷിച്ചമായി സുന്ദരമായിട്ട് തിന്ന് നടക്കും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരെന്ന് പറയാൻ പറ്റൂല. വാസ്തവത്തില് പ്രയാസം ഉണ്ടാവുമ്പോ ഒത്തൊരുമിച്ച് നിൽക്കണം, കൂടെ നിൽക്കാന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരു വിഷമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരൊന്നും മാറി നിന്നിട്ടില്ല. എന്നല്ല, ഞങ്ങള് മുന്നിക്കുന്നോളാന്നാ പറഞ്ഞു. ഞങ്ങളല്ലേ നാട്ടുകാർ, ഞങ്ങള് മുന്നിൽ നിൽക്കട്ടെ. മറ്റൊരു പറഞ്ഞു ഞങ്ങളല്ലേ ദീനായിട്ട് ഒരുങ്ങിയെന്ന്, ഞങ്ങള് നിൽക്കട്ടെ. നിക്കട്ടെ പറഞ്ഞ ചോറ് വെച്ചാൽ നിൽക്കല്ലേ, യുദ്ധത്തിനാണ് നിൽക്കണത്.
എപ്പോഴും ഭീഷണിന്റെ അല്ലേ, ജീവന് ഹാനി വരുന്നു പേടിയല്ലേ. അങ്ങനെയാണ്. അതാ സാഅത്തുൽ ഉസ്ർ ട്ടോ. ഇനി അതിന്റെ ദീർഘമായി പറയുമ്പോ അവരിൽ നിന്ന് ഒരു കൂട്ടരുടെ പിന്നെ കൽബന്റെ ഇടുക്കമായി. അങ്ങനെ ആ ഓതി ഓതി ആയത്ത് വന്നിട്ട് ഇന്നഹു ബിഹിം റഊഫുർ റഹീം എന്ന തുമ്മ താബ അലൈഹി, പിന്നെ അവരുടെ മേലൊക്കെ അല്ലാഹു തആല തൗബ സ്വീകരിച്ചു എന്ന് പറയുന്നത്. ഇനിയാണ് പറയുന്നത് നമ്മളെ മൂന്നാൾ പെന്തിക്കപ്പെട്ട മൂന്നാള്. വിശാലമായ ഭൂമി ഉണ്ടായിരിക്കെ ഓൽക്ക് കുടുസായി തോന്നി. നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല, ആരും മിണ്ടണില്ല, ഭാര്യ പോലും മിണ്ടണില്ല. പിന്നെ ആയത്തെ അമ്പുസും ഓർക്ക് അവരുടെ നഫ്സ് തന്നെ സ്വന്തം തന്നെ ഒരു തോന്നില്ല, ഹാപ്പി തോന്നുന്നില്ല. അള്ളാഹുലേക്ക് മടങ്ങല്ലാതെ ഒരു മാർഗമില്ല എന്ന് ഉറപ്പിച്ചു. നബിയുടെ കത്തും മറ്റൊക്കെ വന്നു, പക്ഷെ അവർക്കൊന്നും പോയില്ല. ഓർമ്മ ഉണ്ടല്ലോ. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ഇനി അവസാന ഉപദേശം, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യസന്ധന്മാരെ കൂടെ നിൽക്കുകയും വേണം. ഇത് സൂറത്തു തൗബയുടെ ആയത്താണ്. സൂറത്തു തൗബക്കുള്ള പ്രത്യേകത തുടക്കത്തിൽ ബിസ്മിയോദം വലിയ ഹറാമാണ്, ഇടയിൽ ബിസ്മിയോദൽ കറാഹത്തുമാണ്. ഇപ്പൊ ഖുതുബയിലൊക്കെ അന്നത്തെ ഖുതുബയിലായത്തെ തൗബയുടെ ആയത്തായിരുന്നു. എന്തായാലേ അഴുത് മാത്രം ഓതും, ബിസ്മി ഓതൂലാന്ന്. ബാത്തി ഓതിനോടുത്താ ഞാൻ പറഞ്ഞു കേട്ടോ. സ്വന്തം ഉണ്ടാക്കുന്നിടത്തൊക്കെ അതിനനുസരിച്ചാണ് കാരണം. നുബാത്തി ഖുതുബയിൽ ഇന്നത്തെ റജബിന്റെ 2ാം വെള്ളിയാഴ്ചന്റെ ആയത്തൊക്കെ അങ്ങനെയാണ്. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ശ്രദ്ധിക്കണമല്ല. ചിലരെ കാണുന്നത് ചെയ്യാണ് അറിയോ, പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഓതുക, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ അഴുതും ബിസ്മിയൊക്കെ ഓതും ചെയ്യും. അഴുതു അതാ അല്ലേ, ഇതാ കറത്തിൽ ഖുർആൻ ബിസ്മിയോദിലെ തൗബ സൂറത്തല്ലെങ്കിൽ ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്നു എന്നാ. ഞാൻ എല്ലാവരോടും എല്ലാം അറിഞ്ഞു, എല്ലാവർക്കും ഇപ്പൊ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല. ഞങ്ങൾ ഉസ്താമാർക്കൊക്കെ ചിലപ്പോൾ വേഗം മനസ്സിലാവും. ഒരായത്ത് കാണുമ്പോ ഇതിനോടത്താണല്ലോ, അല്ലേ സംശയം നോക്കിയ പോരെ. പിന്നെ ഇരിക്കട്ടെ. അപ്പൊ അവരുടെ തൗബയും സ്വീകരിച്ചു. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പറയും, വല്ലാഹി അല്ലാഹുവാണ് സത്യം, അൻഅമല്ലാഹു അലയ്യ മിൻ നിഅമത്തിൻ ഖത്തു, അല്ലാഹു എനിക്ക് ഒരു അനുഗ്രഹവും ചെയ്തിട്ടില്ല. ബഅദ ഇദാദാനില്ലാഹു ലിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് അനുഗ്രഹം ചെയ്തിട്ടില്ല. അഅ്ലമാ, ഏറ്റവും വലിയതായിട്ട്, അഥവാ എനിക്ക് ലഭിച്ചതിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫീ നഫ്സി, എൻ്റെ സ്വന്തം നഫ്സില്. മിൻ സിദ്ഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ ഞാൻ സത്യം പറഞ്ഞു. അല്ലാ അകൂന കദബ്തുഹു, കണ്ടോ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊള്ളു പറഞ്ഞില്ല. അങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഓർമ്മ ഉണ്ടല്ലോ, പറഞ്ഞല്ലോ. ഇനി അപ്പൊ എന്താ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്താ പറയാ, അതാലോചിച്ചു ഇതാലോചിച്ചു, പലരോടും മുഷാവത. അവസാനം പോയിട്ട് സത്യം ഒരു ഒറ്റ പറച്ചിലാണ് പറഞ്ഞു. ആ പറഞ്ഞതുകൊണ്ട് അതെനിക്ക് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമായി. എന്തെങ്കിലും തോന്നി അപ്പൊ പൊള്ളറണി പെട്ടിന്നില്ല, മറ്റുള്ള കൂടുതലാവൂലേ, അതാണ് പ്രശ്നേ. അങ്ങനെയാണ് കളവ് പറഞ്ഞ ആളുകളൊക്കെ നശിച്ചതുപോലെ ഞാനും നശിക്കുമായിരുന്നു. അവരെങ്ങനെ നശിച്ചത് എന്നാ, അതാണ് ഇനി പറഞ്ഞത്. ഇന്നല്ലാഹു തആല ഖാല, പടച്ച റബ്ബ് പറഞ്ഞു, ഇല്ലദീന കദബു, കണ്ടോ, കളവ് പറഞ്ഞ്, അന്ന് കളവ് പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ആയിട്ട് നിങ്ങൾ ദ്വാരക്കണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. വഹി ഇറങ്ങുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ശർറമാ ഖാല, അവൻ പറഞ്ഞതിൽ ഏറ്റവും ഷർറ് ലിഹദിൻ, ഒരാളോട്. അള്ളാഹു ഇതുവരെ ഒരാളെ കുറിച്ച് പറഞ്ഞതിൽ ഏറ്റവും മോശമായതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത് കണ്ടോ, ഫഖാല, പടച്ച റബ്ബ് പറഞ്ഞു, സയഹ്ലിഫൂന ബില്ലാഹി ലക്കും ഇദൻഖലബ്തും ഇലൈഹിം ലിതുരിദു അൻഹും ഫഅരിദു അൻഹും ഇന്നഹും റിജ്സുൻ വമഅവാഹും ജഹന്നമു ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ യഹ്ലിഫൂന ലക്കും ലിതർളു അൻഹും ഫഇൻ തർളു അൻഹും ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ.
ഭയങ്കര പറച്ചിലായി പോയി. എന്താ പറയണത്? അപ്പൊ അതായത് യുദ്ധം കഴിഞ്ഞ് വരുന്നതിന്റെ മുമ്പ് തന്നെ വിവരം കൊടുത്തു. നിങ്ങൾ നാട്ടിലേക്ക് എത്തിയാൽ കുറെ ആൾക്കാർ വന്നിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അവിടെ പെട്ടു ഇവിടെ പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ പറച്ചിൽ പറയിട്ടോന്നാ. അതെന്തിനാന്നറിയോ? നിങ്ങൾ ഓലെ വെറുക്കരുത്, മാറ്റി നിർത്തരുത്, അകത്തിക്കളയരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇനി ഇഷ്ടപ്പെട്ടാലും പടച്ചോ ഇഷ്ടപ്പെടൂലട്ടോ. മാത്രല്ല ഇതിന്റെ പേരിൽ കടുത്ത ശിക്ഷ കൊടുക്കാൻ പോവാണ് എന്നാ പറഞ്ഞ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ എന്തായി? ഓരോരുത്തർ വരാൻ തുടങ്ങി. പിന്നെ ഞാനേ പോരാൻ വേണ്ടി എല്ലാം ഒരുങ്ങിയിരുന്നു. എനിക്ക് അപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞു. നമ്മള് നേരത്തെ പറഞ്ഞ വിഷയം അതാ. യഹ്ലിഫൂന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് ശേഷം സത്യം ചെയ്യുന്നേക്കും നിങ്ങളെ മുമ്പ്. ഇദൻകലബത്തും ഇലൈഹിം, നിങ്ങൾ അവരിലേക്ക് മടങ്ങിച്ചെന്നാൽ, തിരിച്ചു ചെല്ലുമ്പോ ലിതുരിദു അൻകും, അവരെ തൊട്ട് തങ്ങൾ തിരിഞ്ഞു പറഞ്ഞാൽ ആക്ഷൻ എടുക്കാതിരിക്കാൻ എന്നർത്ഥം. യുദ്ധത്തിന് പോരാത്തവരൊക്കെ വലിയ ആക്ഷൻ ഉണ്ടായെങ്കിലോ അതിരിക്കാതിരിക്കാൻ. ഇപ്പൊ ആയിരുന്നു തങ്ങളെ അവരാണ്ട് ഒഴിവാക്കി കളി. നെവർ മൈൻഡ്, ആയിക്കോട്ടെ. ചിലരൊക്കെ പറയുമ്പോ ആയിക്കോട്ടെ നമുക്ക് ചെയ്യട്ടോ പറഞ്ഞാണ്ട് വിടുക. എന്താ കാരണം? ഇന്നഹും എന്ന അവർ മ്ലേച്ഛകളാകുന്നു. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിച്ചായി കാണാൻ കഴിയും. മ്ലേച്ഛയാണ്, ശരീരത്തിലും മ്ലേച്ഛ ഉണ്ടെന്നല്ല, മനസ്സ് ദുഷിച്ചതാണ്. എന്തിനാണ് ആ ജാതി മനസ്സ് ദുഷിച്ചവരെ നമ്മളൊപ്പം കൊണ്ടുനടക്കണേ? എന്തിനാണ് നമ്മളെന്തിനാ കൊണ്ടുനടക്കണം? പോയിക്കോട്ടെ കൊടുക്കാച്ചാലേ നമ്മളതൊന്നും കൊണ്ടുനടക്കണം. മനസ്സ് ദുഷിച്ചിട്ട് പോകുന്ന ആളുകളെ കേട്ടോ. അതാ മ്ലേച്ഛകളാകുന്നു കേട്ടോ. പിന്നെ എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇന്നമൽ മുശ്രികൂന നജസ്സുൻ വലാ യഖ്റബുൽ മസ്ജിദൽ ഹറാം. അവിടെ പറയുന്നുണ്ട് ഉള്ളിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഓല് നജസായി മാറിയത്, ശരീരം മാത്രല്ല. അപ്പൊ ഇതേപോലെ ഇവരുടെ ഉള്ളു വേറെയാണ്. അതുകൊണ്ട് വമഅവാഹും ജഹന്നം, അവരുടെ മടക്കം നരകമാകുന്നു. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ തിക്തഫലമാണ്. അവർ ഇജാതി പറ്റിക്കലാണ് പറ്റിക്കണേ, വഞ്ചന ചെയ്യാ. ഉള്ളിലൊന്ന് വേറെ പുറത്തൊന്ന് വേറെ, ഒരിക്കലും അതുണ്ടാവും. ഒരു മനുഷ്യനും ഉണ്ടാവാൻ പാടില്ല. ഉള്ളിലൊരു സ്വഭാവം, പുറത്ത് വേറൊരു സ്വഭാവം പാടില്ല. നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കിയാൽ സന്തോഷിച്ചിരിക്കുകയാണോ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ എന്ന് വേഗം മനസ്സിലാവും എന്ന് പറഞ്ഞല്ലോ. അതന്നെ, ഉള്ളും പുറം ഒരേ മാതിരി ആയിരിക്കാൻ. ഇനി പറയട്ടെ, യഹ്ലിഫൂനലക്കും, അവർ നിങ്ങളോട് സത്യം ചെയ്യുന്നു. അൻഹും, അവരെ തൊട്ട് തങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. അവരെ തൊട്ട് തങ്ങൾ തൃപ്തിപ്പെട്ടാൽ തന്നെ തമ്മാടികളെ തൊട്ട് പടച്ചോൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓലോട് ഇഷ്ടപ്പെട്ടു എന്നല്ല, തിരിഞ്ഞു കളഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഈ വിവരണമാണ് പടച്ചോൻ കൊടുത്തത്. അതിലാര് പെട്ടിയില്ല? ഈ മാറ്റി നിർത്തപ്പെട്ട മൂന്നാളും പെട്ടിയില്ലോ. എത്ര ത്യാഗം സഹിച്ചാൽ എന്താ ട്ടോ. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പറയാ, കുന്നാ ഖുല്ലിബ്നാ അയ്യുഹ സലാത്തു നംരി ഉലൈകല്ലദീന ഖബില മിൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ട്ടോ, പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബ സ്വീകരിച്ചു. ആയിക്കോട്ടെ നമുക്ക് ഇത് വരക്കാന്നൊക്കെ പറഞ്ഞല്ലോ. ആ ആളുകളിൽ നിന്ന് വളരെ മാറ്റി നിർത്തി. അല്ലാതെ യുദ്ധത്തിന് പോവാത്ത മൂന്നാള് നല്ല അർത്ഥം. അങ്ങനെ പോവാത്തല് കുറെ ഇല്ലേ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി കേൾക്കാതെ അന്റെ വിഷയം പടച്ചോൻ സ്വീകരിക്കട്ടെ, ഇജ്ജ് നീച്ചു പോയിക്കോ എന്ന് പറഞ്ഞ മൂന്നാളുകൾ. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു, പിന്നെ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, മുറാർത്തുബ്നു റബീഅ റളിയല്ലാഹു അൻഹു, ഇവരാണ് ഉണ്ടായിരുന്നത്. ഈ മൂന്നാളുകളെ കേട്ടോ. ഖബില മിൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലഫു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സത്യം ചെയ്തപ്പോൾ ഫബായോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ബൈഅത്ത് ചെയ്തു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വസ്തഗ്ഫറ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തു. വാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറന, ഞങ്ങളെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിച്ചു. ഹത്താ ഖലല്ലാഹു ഫീ തആല ഫീഹി ബിദാലിക, ഈ പറഞ്ഞ കാര്യം കൊണ്ട് അല്ലാഹു തആല അതിൽ വിധി പറയുന്നവരെ നിങ്ങളെ കാര്യം അല്ലാഹു തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞയച്ചു. വിധി വന്നപ്പോൾ ഞങ്ങളെ വിളിക്കുകയും ചെയ്തു. അതാ ഖാല തആല വഅലത്തലാദിൽ ഖുല്ലിഫ് പറഞ്ഞല്ലോ. വലൈസ, നീ നല്ല ശ്രദ്ധിച്ചോളൂ. വലൈസല്ലദീ ദക്കറ മിമ്മാ ഖുല്ലിഫ്നാ, ഞങ്ങൾ പിന്തിക്കപ്പെട്ടവർ എന്ന പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗം തഖല്ലുഫുനാ ലിൽ വസ്ബി, യുദ്ധത്തെ തൊട്ട് ഞങ്ങൾ പിന്തലല്ല. അങ്ങനെ മറ്റൊരു പിന്തിയോരല്ലേ
അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിന്തിപ്പിച്ചു അംറന ഞങ്ങളെ കാര്യങ്ങളെ പിന്തിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സത്യം ചെയ്ത ആളുകളിൽ നിന്ന് വയത്തതറ കാരണം പറയുകയും ചെയ്തു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഫഖബില മിൻഹും ബാഹ്യമായി അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയും ചെയ്തു. ഈ ആളുകളെ തൊട്ട് ഞങ്ങളെ പിന്തിച്ചു എന്നാണ്. അപ്പോ തൗബ യഥാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് വന്നപ്പോ അള്ളാഹു അത് ഏറ്റെടുത്തു എന്നാണ് ഇപ്പോ നിന്റെ ആകത്തുകളുള്ളത്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നാ ഓല് മനസ്സറിഞ്ഞ് പഠിച്ചോനെ ഞങ്ങളടുത്തൊരു തെറ്റാണല്ലോ ഈ പറ്റിയത് അന്ന് പോവാഞ്ഞത് എന്നാണ് തോന്നിപ്പോയി. മുത്തഫഖുൻ. ഇനി ഇതില് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് പോയി എന്ന് പറഞ്ഞു. പോയത് വ്യാഴാഴ്ച ആയിരുന്നു. യാത്ര പോകാൻ ആഗ്രഹിക്കലൊക്കെ വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒക്കെയാണ് ഉള്ളത്. മനസ്സിലാവുണ്ടോ? യാത്രക്ക് പറ്റിയ ദിവസം എന്ന് വെച്ചാലേ നല്ലതേതാ? വ്യാഴാഴ്ച പോവാ അല്ലെങ്കിൽ ശനിയാഴ്ച കേട്ടോ. ഇനിയിപ്പോ ടിക്കറ്റൊക്കെ എടുത്ത് പോവാണൊക്കെ ശനിയാഴ്ച കിട്ടിക്കല്ലേ പോണ്ടെന്നല്ല അർത്ഥം. കിട്ടുമെങ്കിൽ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എന്തോ നിയമത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണ്ടേ. ഇവിടെ ഇപ്പൊ ഡേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ UAE ഇറങ്ങിയില്ലെങ്കിൽ മറ്റോടത്ത് ഇറങ്ങിയില്ലേ വിസ ക്യാൻസൽ ആകാൻ പോകണം. അപ്പൊ എന്താ പറയാ ശനിയാഴ്ച ആയിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? അത് പറ്റും നല്ല പറയണത്. ശ്രദ്ധിക്കുക. അതാ അന്നബി ഖറജ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഉണ്ടോ. ഖറജ ബി ഗസ്വത്തി തബൂക. തബൂക്ക് യുദ്ധത്തിന് പോയത് യൗമൽ ഖമീസ്. യൗമുൽ ഖമീസ് പറഞ്ഞാൽ എന്താ? വ്യാഴാഴ്ച ദിവസമായിരുന്നു. വക്കാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസ്. വ്യാഴാഴ്ച പോകലിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. യാത്ര പോകുകയാണെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ശൈഖൻ റഹിമഹുല്ലാ അല്ലാഹു അടുത്ത ദർജ ഉയർത്തട്ടെ. രാവിലെ പോരി. വ്യാഴാഴ്ച വൈകുന്നേരമാണെങ്കിൽ ടിക്കറ്റ് ചെയ്തിട്ട് രാവിലെ സുബേസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ എന്താവും അച്ചിപ്പുറം ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് പോവും. അവിടെ മക്കബറയൊക്കെ പോയി ഗ്രേസ് വാലിലൊക്കെ വന്ന് ദൂരൊക്കെ സ്കെച്ച് ഒന്ന് കിടന്ന് ചേച്ച് ഇടുണ്ടാവും. പിന്നെ പോയി യാത്ര രാവിലെ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് സമയം നോക്കിയിട്ട് പുറപ്പെടുക. രാവിലെ ബുക്കൂറിലാണല്ലോ പുറപ്പെടേണ്ടത്. ടിക്കറ്റ് വൈകുന്നേരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പര് രാവിലെ പോയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് നെടുമ്പാശ്ശേരിക്ക് പൊളിഞ്ഞ് മറ്റോടത്തൊക്കെ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് പോവും. അങ്ങനെ എവിടുക്ക പോലെ ഉണ്ടോ. ഇനി അതേമാതിരി തന്നെയാണ് നെയ്യാ ഇപ്പൊക്കെ സർപ്രൈസ് കൊടുക്കലാണ്. റജി മനസ്സിലായില്ല? മുണ്ടാതെ കയറിയ വാതിലുമ്പോ ഇങ്ങനെ ബെല്ലടിച്ച. അപ്പൊ ബെല്ലടിച്ചുമ്പോ ഏതെങ്കിലും പിരിവേരാച്ചിട്ടുണ്ടാവും. കുട്ടികൾ 10 റുപ്യ കയ്യിൽ വെച്ച് കാണും ഇങ്ങനെ വരും. അപ്പോഴാണ് ഇങ്ങനെ എപ്പോ അവിടെ വന്നിക്കണത്. ഗേറ്റിങ് അല്ലെ വാതിക്ക് വന്നിക്ക. ഈ പരിപാടി നമ്മക്കില്ല. മനസ്സിലാണ് ഞങ്ങൾക്ക്. കുട്ടികളോടും പറഞ്ഞോ, വിളിച്ചു പറഞ്ഞ എല്ലാവരും പറഞ്ഞോ. അങ്ങനെയാണേ അതൊക്കെ പറയണം, ചോദിക്കണം ആദ്യം. പിന്നെ അതാ കണ്ടോ, പകലിലല്ലാതെ വരൂല. രാത്രി കുറുക്കന്മാരായിരിക്കും ഏരന്റെ സ്വഭാവം ഉണ്ടാവരുത്. ഉണ്ടോ അതെന്നെന്തായും ദുഹാ സമയത്ത് രാവിലെ ആളുകളൊക്കെ ഒന്ന് നീച്ച് പുറത്തൊക്കെ വരുന്ന സമയത്ത് പള്ളിയിൽ വന്നിട്ട് വരും. 2 റക്അത്ത് നിസ്കരിക്കും. കേട്ടോ. അപ്പൊ ഇതാക്കാതെ ബദാബിൽ മസ്ജിദ് പള്ളി കൊണ്ടാ തുടങ്ങാൻ. 2 റക്അത്ത് നിസ്കരിക്കും. തുമ്മ ജലസ ബിഹി. പിന്നെ അവിടെ കുറച്ചേരം ഇരിക്കും. എന്തിനു വേണ്ടി? ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിട്ടേ. അപ്പൊ ആൾക്കാരെന്താ വർത്താനം, ഇപ്പൊ പോന്ന എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ. ഒക്കെ വേണം. എന്നിട്ട് പെരീക്കുക. അതുപോലെ പെരീക്കൊന്ന് വിളിച്ചു തരണം, ഞാൻ വരുന്നുണ്ട് എന്ന് പറയണേ. ഇനിയിപ്പോ നമ്മള് ആഴ്ച ലീവിന് പോകണൊക്കെ ഉസ്താമാര്, എന്നാലും പറയണം. നമ്മളെവിടെയും പോയിട്ട് തിരിച്ചു വരികയാണൊക്കെ എന്നാ പറയണം വരുന്നുണ്ട് എന്ന്. മനസ്സിലാവുണ്ടോ? അതൊക്കെ സുന്നത്താണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറയാൻ സമയമില്ല. ഘട്ടം ഘട്ടമായി നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ.